നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച നാവികസേനാ ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. കശ്മീരിൽ മധുവിധു ആഘോഷിക്കാനെത്തിയതായിരുന്നു വിനയും ഭാര്യ ഹിമാൻഷിയും. വിവാഹം കഴിഞ്ഞ 6 ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഭർത്താവ് കൊല്ലപ്പെടുന്നത്. അതിവൈകാരിക രംഗങ്ങൾക്കാണ് ദില്ലി വിമാനത്താവളം ഇന്ന് സാക്ഷിയായത്. വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം വിനയ്ക്കൊപ്പം കശ്മീരിലേക്ക് പോയ ഹിമാൻഷി ഒറ്റയ്ക്കായി. വിനയ് നർവാളിനരികിൽ ഹിമാൻഷി ഇരിക്കുന്ന ചിത്രം രാജ്യത്തിന്റെ വേദനയായി മാറിയിരുന്നു. ദില്ലി വിമാനത്താവളത്തിൽ വിനയുടെ മൃതദേഹത്തിനൊപ്പം എത്തി ഹിമാൻഷി ജയ് ഹിന്ദ് വിളിച്ച് സല്യൂട്ട് നൽകി. പൊട്ടിക്കരഞ്ഞു. ഹിമാൻഷിയെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ഏറെ കഷ്ടപ്പെട്ടു. വിനയുടെ സ്വദേശമായ ഹരിയാനയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. UP സ്വദേശിയായ ശുഭം ദ്വിവേദിയും മധുവിധു ആഘോഷിക്കാൻ എത്തിയതായിരുന്നു കശ്മീരിൽ. ഭാര്യ ഈശാനിയുടെ മുന്നിൽ വെച്ചാണ് ശുഭത്തിന് വെടിയേൽക്കുന്നത്. പശ്ചിമ ബംഗാൾ സ്വദേശിയായ ബിധൻ അധികാരി ഭാര്യയ്ക്കും കുഞ്ഞിനുമൊപ്പമാണ് കശ്മീരിലെത്തിയത്. ഭാര്യയ്ക്കും മകനും മുന്നിൽ ബിധൻ വെടിയേറ്റു വീണു. ഫ്ലോറിഡയിൽ താമസമാക്കിയ ബിധൻ ഈ മാസം 8-നാണ് നാട്ടിലെത്തിയത്. കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാനായി കശ്മീരിലെത്തിയതായിരുന്നു IB ഉദ്യോഗസ്ഥനായ മനീഷ് രഞ്ജൻ. ഭീകരർ മനീഷിനെ വെടിവെച്ച് വീഴ്ത്തിയത് ഭാര്യയുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ചാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഭാര്യയ്ക്കും മക്കൾക്കും മനീഷിന്റെ വേർപാട് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. ഇവർക്ക് പുറമെ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്ന പ്രചാരണം തള്ളിയ കേന്ദ്ര സർക്കാർ നിരപരാധികളെ കൊന്നൊടുക്കിയത് ന്യായീകരിക്കാനാണ് ശ്രമമെന്നും അപലപിച്ചു. തെറ്റായ പ്രചരണത്തിലൂടെ ആക്രമണത്തെ ന്യായീകരിക്കാൻ ഭീകര സംഘടനകൾ ശ്രമിക്കുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി.